അല്ല, അതൊരു പ്രത്യേക സെഗ്മെൻറ്റിലാണ് ബൈ ഇലക്ഷൻ നടക്കുന്നതെങ്കിലും കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിങ്ങനെ പൊതുസമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ ഇപ്പോൾ കമ്മിറ്റി ചേരാൻ പോകുന്നതേ ഉള്ളൂ, പിന്നെ സമയമാകുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിലപാടുണ്ടാവും. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടുണ്ടാവും. എന്തായിരിക്കും നിലപാട്? ഇപ്പം രാജ്യത്ത് സെൻസസ് ഒക്കെ വരാൻ പോവുകയാണ്. ഇതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ കേരളത്തിൽ NSSൻ്റെ ഭാഗത്തു നിന്ന് പ്രതിലോമകരമായ ഒരു നിലപാട്, അത് കുറച്ച് നാളുകളായി NSS സമൂഹത്തെ സംബന്ധിച്ച് പ്രതിലോമകരമായ ചില ആശയങ്ങളും നിലപാടുകളുമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ജാതി സെൻസസിനെതിരായി ഗവൺമെൻറ്റുകൾ പിന്മാറണം എന്ന അഭിപ്രായം NSS രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് 2026 ഒക്ടോബറിലാണ് തുടങ്ങുന്നത്. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഇന്ന് ബൈ ഇലക്ഷൻ രംഗത്തുള്ള ഇത് നടപ്പിലാക്കുന്ന NDA മുന്നണി ഈ വലിയ തോതിൽ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രഖ്യാപനം ഉണ്ടായിട്ടും ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിനെ സംബന്ധിച്ച് ശബ്ദിക്കുന്നില്ല. NDA മുന്നണിയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് ഈ ജാതി സെൻസസ്. ഇന്ത്യ മുന്നണിയുടെ കേരളത്തിലെ UDF എന്ന സംവിധാനം ഈ ജാതി സെൻസസിനെ സംബന്ധിച്ച് അവർ ഒരു തരത്തിലുള്ള പ്രതികരണവും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവുന്നില്ല. അതുപോലെ തന്നെ CPMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മധുരയിലെ പ്രധാനപ്പെട്ട 2 പ്രഖ്യാപനങ്ങളായിരുന്നു. ഒന്ന് ജാതി സെൻസസും അതുപോലെ തന്നെ സ്വകാര്യ മേഖലാ സംവരണവും. പക്ഷേ കേരളത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള CPMഉം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതിനെ സംബന്ധിക്കുന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഞങ്ങളതൊരു ആശങ്കയോട് കൂടിയാണ് കാണുന്നത്. 2026 ഒക്ടോബർ 1-നാണ് സെൻസസ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനോടകം തന്നെ കേരളത്തിൽ പൊതു തിരഞ്ഞെടുപ്പ് വരും. അപ്പം ഞങ്ങൾ വലിയ ജാഗ്രതയോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങളും സമരങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളുടെ ഇക്കാര്യത്തിലെ സമീപനം കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഒരു നിലപാട് പറയുക. സംസ്ഥാനത്ത് ഭാരതാംബ വിവാദം കത്തുകയാണ്. അല്ല, ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതിൻ്റെ സാരഥികളും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ പൊതുകാര്യങ്ങളിൽ മതപരമായ കാഴ്ചപ്പാടുകളുടെ നിരാസത്തെയാണ് മതനിരപേക്ഷത എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലവൻ എന്ന രീതിയിൽ പാലിക്കേണ്ടുന്ന ഭരണഘടനാപരമായിട്ടുള്ള കടമകളുണ്ട്. അതിൽ നിന്ന് ഗവർണർ സ്വീകരിച്ച സമീപനം നമുക്ക് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ പരിസരത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല.